ഇൻഡിഗോ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്കെന്ന് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണം. സർക്കാർ ഇടപെടൽ ഫലം കാണുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം വിമാന ടിക്കറ്റ് നിരക്കിൽ പരിധി നിശ്ചയിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. ടിക്കറ്റ് നിരക്ക് നിയന്ത്രണത്തിൽ കള്ളം പറയുന്നതാരെന്ന് ബ്രിട്ടാസ് MP ചോദിച്ചു. ടിക്കറ്റ് നിരക്കിൽ ഇടപെടാനാകില്ലെന്നാണ് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയത്. ടിക്കറ്റ് നിരക്കിൽ പരിധി നിശ്ചയിച്ചത് സർക്കാരിന് ടിക്കറ്റ് നിരക്കിൽ നിയന്ത്രണത്തിൽ ഇടപെടാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കുന്നതാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ ദുരിതത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരൊക്കെ. ഇപ്പോഴിതാ അതിനൊരു പ്രതികരണവുമായി വ്യോമയാന മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ഇൻഡിഗോ പ്രതിസന്ധി 6ാം ദിവസവും ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിരവധി വിമാനത്താവളങ്ങളിലൊക്കെ തന്നെയും സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 610 കോടി രൂപയായി റീഫണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും വിമാന ടിക്കറ്റ് നിരക്കിൽ പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ടിക്കറ്റ് നിയന്ത്രണത്തിൽ ഇടപെടാൻ ആകില്ല എന്നുള്ളതായിരുന്നു 2023-ലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലൊക്കെ തന്നെയും ചോദിച്ചതിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരുന്നത്. ഇത്തരത്തിൽ ടിക്കറ്റ് നിയന്ത്രണത്തിൽ കേന്ദ്രത്തിന് ഇടപെടാൻ ആകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻഡിഗോയുടെ പ്രതിസന്ധി വന്ന സമയത്ത് വിമാന ടിക്കറ്റിൽ കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുകയും ചെയ്തു. ഇതാണ് കേന്ദ്ര സർക്കാരിന് ടിക്കറ്റ് നിരക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇതിൽ ഇടപെടാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കുന്നതായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് നേരത്തെ തന്നെ ഇടപെടായിരുന്നുവെന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള ടിക്കറ്റ് കൊള്ളക്ക് സമാനമായിട്ടുള്ള പരിധി ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാരാണോ കള്ളം പറയുന്നത്, അതോടൊപ്പം DGCA ആണോ കള്ളം പറയുന്നത് എന്നുള്ള ഒരു വ്യക്തത വരുത്തണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.